ഹൈ ക്വാളിറ്റി മ്യൂസിക്, ഹൈ ക്വാളിറ്റി പെർഫോമൻസ് ആൻഡ് ഹൈ ക്വാളിറ്റി സ്റ്റൈൽ. ഇതെല്ലാമായിട്ട് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ പുതിയൊരു എപ്പിസോഡ് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. പാട്ട് പാടാനായിട്ടും ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനായിട്ടും ഇവിടെ കുറേ കുട്ടിപ്പട്ടാളങ്ങൾ ഇങ്ങനെ റെഡി ആയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരെയൊക്കെ ഇങ്ങോട്ട് വിളിക്കാം. അതിനൊക്കെ മുന്നേ നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ആര്യ ചേച്ചി, MJ അങ്കിൾ ആൻഡ് മധു അങ്കിൾ. വെൽക്കം. പിന്നിലേക്ക് പോയാലോ, കുറച്ച് പഴയ കാലത്തേക്ക്. വന്ന വഴി മറക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും. അതെ, നമ്മൾ അങ്ങനത്തെ പാർട്ടീസ് അല്ലല്ലോ. അതുകൊണ്ട് ഒരു റെട്രോ റൗണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ടോപ്പ് സിംഗറില്. അതുകൊണ്ട് വന്ന വഴി മറക്കാതിരിക്കാൻ ഒരു റെട്രോ റൗണ്ടുമായിട്ട് സിദ്ധുക്കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം സിദ്ധലക്ഷ്മി ഓൺ സ്റ്റേജ്. സിദ്ധലക്ഷ്മി ഈ ഉടുപ്പില് കുറച്ച് റെട്രോ ഹെയർ സ്റ്റൈലിംഗ് കുറച്ച് ഡിഫറെന്റ് ആണല്ലോ. പഴയ സ്റ്റൈലാക്കിയേക്കണു. ബാക്കിലില്ല, ഫ്രണ്ടിലാ മെയിൻ. എന്തായാലും സുന്ദരി കുട്ടിയായിട്ടുണ്ട് സിദ്ധുകുട്ടി. സിദ്ധു, ഇന്നത്തെ സിദ്ധി ഏത് പട്ടണം? താലിക്കുരുത്തോല. ഡീറ്റെയിൽസ്. ഫിലിം മയിലാടുംകുന്ന്, ഇയർ 1972, ലിറിക്സ് വയലാർ രാമവർമ്മ സാർ, മ്യൂസിക് ജി ദേവരാജ മാസ്റ്റർ, സിംഗർ പി ലീലാമ്മ. നന്നായിട്ട് പാടാൻ പറ്റട്ടെ. പിന്നെ എന്റെ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് എന്റെ കസിൻ വന്നിട്ടുണ്ട്. ഹലോ. മോളുടെ പേരെന്താ? കസിന്റെ പേര് നവനീത. വെൽക്കം ടു ടോപ്പ് സിംഗർ. പക്ഷെ ഞാൻ വിളിക്കുക ഇന്നാന്ന്. ഇന്ന ആള് അങ്ങനെ പറയില്ലേ? അതുകൊണ്ടാണോ വന്നതാ? ഓക്കെ, ഇന്ന പാടൂ. ഇന്നയാള് ഒരു 2 ലൈൻ കേക്കട്ടെ. 2 lines. ദേവകന്യക സൂര്യ തമ്പുരുമിട്ടുന്നു, സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു, മഞ്ഞളാടുന്ന പൊൻവെയിൽ മഞ്ഞു കോടിയൊടുക്കുന്നു, വിണ്ണിൽ മേയുന്ന വെൺമുകിൽ വെള്ളിച്ചാമരം വീശുന്നു, ദേവകന്യക സൂര്യ തമ്പുരു മീട്ടുന്നു, സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു. പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? വെരി നൈസ്. അപ്പൊ സിദ്ധുവിന്റെ കസിനും ഇങ്ങനെയാണ്. അപ്പൊ ഒരു സംഗീത കുടുംബമാണ് അല്ലേ മൊത്തം? എനിവേസ്, നമ്മുടെ കുഞ്ഞിനെ ഇത്ര അധികം സപ്പോർട്ട് ചെയ്യുന്ന അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നവനീത വീട്ടിൽ വിളിക്കുന്ന ഇന്ന. അപ്പൊ ഇന്നയും കൂടെ ഇന്ന് ഇന്നാണ് ഇവിടെ ടോപ്പ് സിംഗറിൽ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, കുരുത്തോല പീലിക്കുരുത്തോല താഴ്വരത്തെങ്ങിലെ പൊന്നോല, പൊന്നോല വെട്ടി പൂപ്പന്തു കെട്ടി വണ്ടി മാറിലെറിഞ്ഞു ചിരിച്ചൊരു പന്തു കളിക്കാരാ. പന്തു വേണോ ഒരു
Very good. മിടുക്കി. സിദ്ധലക്ഷ്മി ആ. കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് വെച്ചിട്ടുണ്ട്. താങ്ക് യു. അത് നല്ല ഇമ്പ്രൂവ്മെന്റ് ആക്കണം. ആ. നേരത്തെ ഉണ്ടായിരുന്ന അത്ര ഒരു വിറയൊക്കെ ഇന്ന് കുറഞ്ഞു. പല ഭാഗങ്ങളും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു. പല്ലവി എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രശ്നം തുടങ്ങിയത് അനുപല്ലവി എന്നാണ്. അനുപല്ലവി തന്നെ സെക്കൻഡ് ഹാഫ് വളരെ നന്നായിരുന്നു. താങ്ക് യു. ഫസ്റ്റ് ഹാഫില് ഈ മയിലാടും ആ ആ. ഒരു ഉറപ്പില്ലാത്ത രീതിയിലാണ് തുടങ്ങിയ. ആ. പിന്നെ ഒരു മേജർ പ്രോബ്ലം ഉണ്ടായി. എന്താണ്? അനുപല്ലവിയുടെ ലിറിക്സ് തന്നെ ചരണത്തിലും പാടി. കടമെടുത്തു. കണ്ടെങ്കിൽ ഒന്ന് കണ്ടെങ്കിൽ ഈ കരളിലെ ചൂണ്ടയിൽ കൊത്തിയെടുത്തും കൊണ്ടോടി ഒളിക്കും ഞാൻ. അത്രയും പാടിയിട്ടില്ല. അതിന് പകരമായി വന്നെങ്കിൽ വന്നെങ്കിൽ ചരണത്തിലെ തന്നെ അനുപല്ലവിയിലെ തന്നെ പാടി. അതെ പക്ഷേ ബ്രില്യൻ മൂവ്മെന്റ് ആയിരുന്നു. അതെ, ആരും അറിഞ്ഞില്ല. ബ്രില്യൻ മൂവ് ആയിരുന്നു. സിദ്ധുക്കുട്ടി കണ്ടുപിടിച്ചു. അതെ, കൊറേ നേരം നമ്മള് മൂന്നുപേരും ഒന്നും എഴുതിയിട്ടില്ലേ ആ എവിടെ സമയം. കേട്ട പോലെ. നമ്മളിങ്ങനെ കൈയൊക്കെ കൊട്ടി ഇങ്ങനെ ഇരുന്നു. അപ്പൊ ആ വരികള് നമ്മൾ പാടിയിട്ടില്ല. പാടണ്ടേ? പാടാം. അപ്പോ ആ ലിറിക്സ് ഒന്ന് പാടിയേ കേക്കട്ടെ. ഈ മണിമലയാറു മറന്നേ പോയോ, ആ അന്ന് കളിവള്ളങ്ങൾ തുഴഞ്ഞു നടന്നതും വലവീശി നിന്നതും അതെത്തണം. വലവീശി തരതാരരാരര. വലവീശി നിന്നതും ആ. പുഴമീൻ പിടിച്ചതും മറന്നു പോയോ. ആ കണ്ടെങ്കിൽ ഒന്നു കണ്ടെങ്കിൽ ഈ കരളിലെ ചുണ്ടയിൽ കൊത്തിയെടുത്തു കൊണ്ടോടി ഒളിക്കും ഞാൻ. യെസ്, ഓർമ്മയുണ്ടല്ലോ. അത് പെട്ടെന്ന് അങ്ങനെ ഒരു അങ്ങനെ ആയിപ്പോയി അല്ലേ? അതെ. അപ്പൊ അതൊക്കെയാണ് ഇന്നുണ്ടായ പ്രശ്നങ്ങൾ. പക്ഷെ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഓക്കേ. ഇത് ഈ പാട്ട് എൻ്റെ അമ്മ എപ്പോഴും എന്നെയും പാടി ഉറക്കിയിട്ടുള്ള പാട്ടാണ്. കുട്ടിക്കാലം മുതലേ ഇതിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ഇഷ്ടമുണ്ട്. സോങ് ആണ്. അതെ 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 അതെ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. താങ്ക് യു. സിദ്ധുക്കുട്ടി ആ നല്ല രസത്തി പാടി. താങ്ക് യു. നല്ല ശബ്ദം. ആ ശബ്ദത്തിൽ ഇത് കേൾക്കാൻ ഭയങ്കര സുഖമുണ്ട്. ഉം. ബ്യൂട്ടിഫുൾ സെലക്ഷൻ. എസ്പെഷ്യലി എനിക്ക് പല്ലവിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അനുപല്ലവിയും ചരണവും ഏകദേശം ഒരേ സ്ഥലത്താണ് ഒരു ക്ലാരിറ്റി കുറവ് വരുന്നത്. ആ, ഉം. ആ. ഒന്നും കൂടെ ഒന്ന് നന്നായി പ്രാക്ടീസ് ചെയ്യണമായിരുന്നു എന്ന് തോന്നി സിദ്ധുകുട്ടി. ബാക്കി ആ വരിയൊക്കെ മാറിയപ്പോഴത്തേക്കും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് സിദ്ധു ബേബി. നന്നായി പാടി കേട്ടോ. താങ്ക് യു. സിദ്ധുകുടി, ആ. കുഞ്ഞിന്റെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കാനായിട്ട് വളരെ സുഖമുണ്ടായിരുന്നു. താങ്ക് യു. എനിക്ക് ചില ഇടങ്ങളിൽ കുഞ്ഞ് സസ്റ്റെയിൻ ചെയ്യുമ്പോഴത്തേക്കും ആ. കൂടുതൽ വൈബ്രേഷൻസ് ആയിട്ട് തോന്നുന്നുണ്ട്. വെറും സാ ഒന്ന് പാടാമോ? സാ ആ, ആ ഇത് കൃത്യമാണ്. പക്ഷെ പാട്ടിൽ ചില ഇടങ്ങളിൽ ചില സ്ഥലങ്ങളില്. സസ്റ്റെയിൻ ചെയ്യുമ്പോഴത്തേക്കും ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ വൈബ്രേഷൻസ്, ഒരുപാട് കൂടുതൽ വൈബ്രേഷൻസ് വരുന്നു. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം. വേണ്ട ഇടങ്ങളിൽ അത് കൊടുക്കുക, വേണ്ടാത്ത ഇടങ്ങളിൽ അത് വേണ്ട. അത് കുഞ്ഞൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അങ്കിള് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതിനൊരു ഊഞ്ഞാലാട്ടം ഉണ്ടല്ലോ. ഊഞ്ഞാലാട്ടം ഉണ്ട് ഈ പാട്ടിന്. 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഫസ്റ്റ് ഫ്രേസ് ഒന്ന് പാടിക്കേ. താലിക്കുരുത്തോല പീലിക്കുരുത്തോല താഴ്വരത്തെങ്ങിലെ പൊന്നോല, പൊന്നോല വെട്ടി പൂപ്പന്തു കെട്ടി പണ്ടി മാറിലെറിഞ്ഞു ചിരിച്ചൊരു പന്തു കളിക്കാരാ. ഓക്കെ, ഊഞ്ഞാലാടിയിട്ടുണ്ടോ? ആ, അപ്പൊ ഭയങ്കര രസമല്ലേ? ആ. അപ്പൊ ഊഞ്ഞാലാട്ടത്തിന്റെ ഒരു ഋതമില്ലേ? ആ. അങ്കിൾ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ഊഞ്ഞാലാട്ടത്തിന് ഒരു ഋതം ഉണ്ടെന്ന്. ആ ഋതം ഇതിനകത്ത് ഫീൽ ചെയ്യണം നമ്മളിത് പാടുമ്പോഴത്തേക്കും. അതാണ് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത. അങ്കിളിന്റെ ഒക്കെ വളരെ കൊച്ചു കുട്ടിക്കാലത്ത് ഈ ഓലപ്പന്തൊക്കെ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട്. ഞാനും അതുപോലെ ഓല പി പി ഇല്ലേ? ഓല പി പി, ഓല വാച്ച്, ആ, ഓല വാച്ച്, ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു തലപ്പാവ്. ഇങ്ങനെ കാറ്റാടി ഒരു കാറ്റാടി, ഈർക്കിൽ അതെ, കോർത്ത് ഈർക്കിലിൽ ഒരു കോർത്തിട്ട് കറക്കണത്. കിളിയില്ലേ അങ്ങനെ ഉണ്ടാക്കുന്ന? ആ, അങ്ങനെ ഉണ്ട്. അല്ലേ? കിളിയുണ്ട്, കിളി ഉണ്ടാക്കും. കിളിയുണ്ട്, പാമ്പുണ്ട്. ആ പാമ്പ്. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അന്നത്തെ ഏറ്റവും വലിയ പ്രഷ്യസ് കളിപ്പാട്ടങ്ങളായിരുന്നു അതൊക്കെ. പഴയ അതെ. ഹാംലീസ് തെങ്ങിന്റെ വിലയായിരുന്നു. അപ്പൊ നമ്മളൊക്കെ ഏതോ ജെൻ എക്സാ, നമ്മള് ഏതാണ് അല്ലേ? ജെൻ എക്സ് എന്തോ ആണ്. അതെ. ആ, അപ്പൊ നമ്മളൊക്കെ അങ്ങനെയൊക്കെയാണ് വളർന്നത്. പിന്നെ പാളയിൽ കയറി ഇരുന്നിട്ട് വലിച്ചോണ്ട് പോവാ. അതെ, ആ വലിച്ചോണ്ട് അതെ, പോവാ. അതെ സെറ്റാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ക്രിക്കറ്റ് കളിക്കുന്ന എങ്ങനെയാ? മറ്റേ മട്ടല്. തെങ്ങിന്റെ മടല്. അതെ, തെങ്ങിന്റെ മടലെടുത്തിട്ട് മട്ടലെന്ന് പറയില്ലേ? നമ്മളവിടെ മടല്. അത് മടല്, ഇത് നട്ടല്. നട്ടല്ലല്ല, മട്ടല്. അതല്ല മട്ടല്ലേ, ഇവിടെ മടല്. അത് ഓരോ നാട്ടില് പറയുന്ന പ്രത്യേകത. നമ്മുടെ സ്കൂളിന്റെ പിന്നില് MMRHS-ലാണ് പഠിച്ചത്, തിരുവനന്തപുരത്ത്. അപ്പൊ അതിന്റെ പിന്നില് ഒരു നാട്ടുംപുറ അന്നത്തെ കാലത്ത്. അപ്പൊ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് ചാടിക്കടന്നാൽ ഒരു ചേച്ചിയുടെ വീടുണ്ട്. അവിടെ പോയി ചേച്ചിയെ മണിയടിച്ച് ചേച്ചി മടൽ വെട്ടി ഒരു ബാറ്റ് ഉണ്ടാക്കി തരും. അതിനന്ന് 25 പൈസ ചേച്ചിക്ക് കൊടുക്കും. ഓ, ഓ അത് നമ്മളെല്ലാ കൂട്ടുകാരും കൂടെ ഷെയർ ചെയ്താണ് 25 പൈസ പൈസ കൊടുക്കുന്നത്. കൊടുക്കുന്നേ. അപ്പൊ ആ രസങ്ങളൊക്കെ
ഉണ്ടായിരുന്ന ഒരു കുട്ടിക്കാലമായിരുന്നു. അപ്പൊ ഈ പാട്ട് ശരിക്ക് ആ രീതിയിൽ എനിക്ക് അനുഭവവേദ്യാണ് കേട്ടോ. കുഞ്ഞിന് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു കാലമുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മള് ഇതാ എന്റെ കുഞ്ഞിലെയും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. മൊബൈൽ കേട്ടോ ഞങ്ങളെ എന്റെ കുഞ്ഞിലെയും ഈ പറഞ്ഞ സാധനമൊക്കെ കിട്ടിയില്ല. എനിക്ക് എന്റെ അച്ഛൻ ഉണ്ടാക്കി തരുമായിരുന്നു. ആണല്ലേ? അപ്പൊ ഈ പറഞ്ഞ അതാ ഞാൻ പെട്ടെന്ന് കിളിയുടെ കാര്യം പറഞ്ഞില്ലേ, ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കി തരായിരുന്നു. ഈ പാളയിൽ അങ്ങനെയാണ് വെച്ച് മീനുട്ടിയുടെ കിളി പറന്നു പോയത്. അച്ഛനാണപ്പോ അതിന് കാരണം ബേസിക്കലി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥ. കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാം കേട്ടോ. ആ പോരട്ടങ്ങനെ പോരട്ടെ സിദ്ധു അങ്ങനെ പോരട്ടെ. സിദ്ധു കുട്ടിക്ക് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 96.5 ഔട്ട് ഓഫ് 100. അപ്പൊ സിദ്ധുകുട്ടി അടുത്ത പ്രാവശ്യം നമുക്ക് അടിപൊളിയാക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ബൈ. വണ്ടി മാറിലെറിഞ്ഞു ചിരിച്ചൊരു പന്തു കളിക്കാരാ, പന്തു വേണോ ഒരു പന്തു വേണോ. മെലഡി റൗണ്ടില് നമ്മുടെ ടോപ്പ് സിംഗറിൽ ഒരു സൂപ്പർ പെർഫോമൻസുമായിട്ട് അക്കൈതി കുട്ടി എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം അക്കൈതി ഓൺ സ്റ്റേജ്. ഹലോ അക്കൈതി കുട്ടി. എന്തോ ഒരു കുഞ്ഞു ഷോൾ ഇട്ട പോലെയുണ്ട്. ആണോ? ആ ഒരു ഡിസൈൻ അത്. അതെ. ആണല്ലേ? സാരി പോലെ അല്ലേ? ആ. അയ്യോടാ ആ ഷോൾ ഇതും തിരിഞ്ഞേ. അതാ പറഞ്ഞേ. ക്യൂട്ട് കുട്ടി. എന്തോ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. ആണോ? അതെ. വീട്ടിലൊന്നും പോയില്ലേ? ആ വീട്ടില് പോയി. അവിടെ പോയിട്ട് എന്ത് ചെയ്തു? വീട്ടില് പ്രത്യേകിച്ച് ഒരു പണിയില്ല, അവിടെ ഇരുന്നു. ഒരു വീട്ടില് പണിയില്ലേ, പ്രത്യേകിച്ച് ഒരു വെറുതെ പണിയില്ല. ഇരുന്നു. അതെ. അമ്മയെ സഹായിക്കില്ലേ? ആ അമ്മയെ സഹായിക്കും. എങ്ങനെ? അല്ലേ? ഭക്ഷണം ഇല്ലേ ഉണ്ടാക്കി ഇത്? തന്നത്? ഭക്ഷണം ഉണ്ടാക്കി തന്നത് കഴിക്കും. അല്ല പിന്നെ ഞാൻ ചെയ്യൂട്ടോ. ചെയ്യോ? എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ ഉണ്ടാക്കും? കറിക്കൊക്കെ നോക്കി കഴിക്കുന്നു. എന്തൊക്കെ ഉണ്ടാക്കും? അത് ഓംപ്ലേറ്റ് ഉണ്ടാക്കും. ഓംപ്ലേറ്റ്. ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ആ, അങ്ങനെയൊന്നും പറയാൻ ചേട്ടാ. ഓംലെറ്റ് ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാണ്. മുട്ട പൊട്ടിക്കുക, ആ പിന്നെ സബോള ഗ്ലാസ്സിൽ അരിയണം. കലക്കുക. എല്ലാം ചെയ്യണ്ടേ? അതെ അത് പറഞ്ഞോടാ. അതിപ്പോ സവാള ഒന്നും അരിക്കണ്ട. സവാള അരിയണം. സവാള അരിയണ്ടെന്ന് വെച്ചാ പോരെ? പ്ലെയിൻ ഓംലെറ്റ് കഴിച്ചാ പോരെ? ഞാൻ കരിഞ്ഞത് കഴിച്ചാൽ മതി. മോള് പിന്നെ പറഞ്ഞോടാ. ഒരു രസത്തിന് ആ. പിന്നെ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ എനിക്ക് ആ. വേണമെങ്കിൽ ഇതന്നെ വേണം. സ്വന്തമായിട്ട്. മുളക് അരിയാലോ? വേണം പറ. മുളക് അരിയണം. അത് ശരി. ഓംപ്ലേറ്റിന്റെ കഥ കഴിഞ്ഞു. ഇനി അടുത്തത് അടുത്ത പ്ലേറ്റ് ഏതാ? അടുത്ത പ്ലേറ്റ് കറി ഉണ്ടാക്കും. എന്ത് കറി? സാമ്പാർ, സാമ്പാറൊന്നും അറിയില്ല. പരിപ്പ് കറി, പരിപ്പ് കറി അറിയില്ല. പിന്നെ തക്കാളി കറി. രസം, തക്കാളി കറി. തക്കാളി കറി അറിയാം. തക്കാളിക്കറി. ആ. അതെങ്ങനെ ഉണ്ടാക്കണേ? തക്കാളി ഇട്ടിട്ട് ഇതൊക്കെ സത്യമാണോ? ഇതൊക്കെ സത്യമാണോ? ആണോ? ഉണ്ടാക്കും. ആ. അതേന്ന്. അമ്മയെ നോക്കിട്ട് സത്യ ഇങ്ങനെ കണ്ണ്. പക്ഷെ എന്തായാലും മിടുക്കിയാണ് കേട്ടോ. ആ. ഒക്കെ അറിയാം. പിടിക്കാം. അങ്ങനെ ചെയ്യൊക്കെ അറിയാം. മിടുക്കി കുട്ടിയാണ്. ചായ കാപ്പി ചായ ഉണ്ടാക്കും. ചായ ഉണ്ടാക്കും. അസലായിട്ട് ഉണ്ടാക്കുവോ? അസലായിട്ട് ഉണ്ടാക്കും. അത് കുടിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കാം. കടുപ്പം കുറച്ച് കൂടുതലാ. ഓ. എന്നാലും അമ്മ കുടിക്കലില്ലേ? ആ കുടിക്കാറുണ്ട്. എന്നാലും അമ്മ കുടിക്കാറില്ലേ? അത് ഇഷ്ടപ്പെട്ടില്ല. പാൽ ചായ ഉണ്ടാക്കും. കോഫിയാണോ ടീ ആണോ ഇഷ്ടം? കോഫി. ഇന്നിപ്പോ ഏതാണോ പാട്ട്? പൂമാനമി. ഹായ്, ആഹാ. ഇത്രയും ബ്യൂട്ടിഫുൾ പാട്ടാണ്. അതെ. ഈ പാട്ടിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്? ഡീറ്റെയിൽസ് ആണ്. ആ, details ആണ്. തന്നെ 1985 വർഷം 1985. 85. പിന്നെ മ്യൂസിക് ശ്യാം സാർ. മ്യൂസിക് ശ്യാം സാർ. പിന്നെ ലിറിക്സ് എന്താണ് പൂവച്ചൽ. എന്താണ് പൂവച്ചൽ? അങ്ങനെ ഒരാളില്ല. ആ. പൂവച്ചൽ ഖാദർ സാർ. പറഞ്ഞു. പൂവച്ചൽ കാതൽ സാർ. ആ, പിന്നെ പാടിയത് പിന്നെ പാടിയത് ചിത്രാമ്മ. പിന്നെ മൂവി നിറക്കൂട്ട്. യെസ്. വെരി ഗുഡ്. താങ്ക് യു. ഇപ്പോൾ ഇവിടെ പാടുന്നത് പൂമാനമി. അല്ല, ആരുടെ ആരാണ്? പേര്? അഖേതി. ഗായികയുടെ പേര് അഗേദി. അപ്പൊ ഓൾ ദി ബെസ്റ്റ് അഖേതി കുട്ടി. താങ്ക് യു. നന്നായി ഓൾ പാടും. ദ ബെസ്റ്റ്. താങ്ക് യു. പൂമാനമേ
നൈസ് Nice, മോളെ, nice, നൈസ് nice. നൈസ്. ഇത് കുഞ്ഞെ എന്തോ ശബ്ദം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെറുതായിട്ട് ഉണ്ടല്ലേ, ജലദോഷം. ഡ്രൈ ആവുന്നു, പിന്നെ ഇടയ്ക്കൊന്ന് അതെ. ചെറിയ ക്രാക്ക് ഒക്കെ വരുന്നു. ഉം. സാരല്ല കേട്ടോ, ആ, ഇത് സീസണല്ലേ, ആ, ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോവും, പിന്നെയും വരും പിന്നെയും പോകും. ആ, അതോർത്ത് ടെൻഷൻ ആവണ്ട. ആ, ഞാൻ ഇങ്ങനെ പാടാൻ പറ്റിയുള്ളൂ എന്ന് വിചാരിക്കണ്ട. ആ. അത് നമുക്ക് മനസ്സിലാവല്ലോ. ആ, കുഞ്ഞെ, എനിക്ക് ഒത്തിരി 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 ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണിത്. ആ, ചിത്ര ചേച്ചിയുടെ വേർഷൻ അല്ലേ? അതെ. ഇതുപോലെ തന്നെ മാർക്കോസ് ഏട്ടന്റെ വേർഷനുണ്ട്. അതെ, ആ, ചിത്ര ചേച്ചിക്ക് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. ആ, മാർക്കോസ് ഏട്ടൻ പാടിക്കുന്നത് അസാധ്യമാണ്. ഇപ്പോൾ അതെ, 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 അതെ. ഗ്രേറ്റ് ആണ്. ആ. അപ്പോ ഈ പാട്ടിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോമെന്റ്സ് ഉണ്ട് ഈ പാട്ടിൽ. ആ. ഇപ്പൊ വെരി ബിഗിനിങ്ങിൽ പൂമാനമേ എന്ന് പാടുന്ന അത് തന്നെ നമ്മൾ ഒരുപാട് ഓപ്പൺ ആയിട്ട് പാടാതെ ആ. ആ പൂമാനത്തിനെ ഇങ്ങനെ വളരെ ആ. ഡിയറായിട്ട് നമ്മൾ അടുത്ത് കൊണ്ടുവരേണ്ടതുണ്ട് ആ. അല്ലേ? ആ. അപ്പൊ തുടക്കത്തില് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടക്കം നോട്ട് കറക്റ്റ് ഓൺ ദ ഡോട്ട് പിച്ചിനായിരിക്കണം. ആ. ശബ്ദത്തിന്റെ ബുദ്ധിമുട്ടുകൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് അങ്കിൾ പറയുന്നത്. ആ. ഇതിൽ എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, പാടിപ്പിക്കുന്നില്ല. ആ. ആ പൂമാനമേ എടുത്തത് ഇടയ്ക്കിടയ്ക്ക് ശബ്ദം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ റൈസ് ആവുന്നുണ്ട്, ആ, പെട്ടെന്ന് കുറയുന്നുണ്ട്. അത് ആ. വയ്യാത്തോണ്ടാണോ അങ്ങനെ, ആ. അതോ അതിന്റെ ഡൈനാമിക് എക്സ്പ്രഷൻസ് അങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണോ, എങ്ങനെയാണ്? മനഃപൂർവ്വം ചെയ്യുന്നതാണോ? അല്ല, മനപ്പൂവല്ല. അല്ല. അല്ല. ഓക്കെ. പിന്നെ ചില പ്രൊണൗൺസിയേഷൻ, ആ, സ്വരങ്ങൾ, അതെ. സ്വരങ്ങൾ എന്നാണ് ഞാൻ കേട്ടത്. ആ, എങ്ങനെയാ? സ്വരം, 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 സ്വ. സ്വരം. സ്വരങ്ങൾ ചാർത്തുമ്പോൾ. പിന്നെ ശ്രുതി ആ, ഇഴ, ശ്രുതി. ശ്രുതി ഇഴ, ആ. അതെങ്ങനെയാ? ശ്രുതിര. പിന്നെ സുഖസാന്ദ്രം, സുഖസാന്ദ്രം. ഖ, സുഖ. സുഖ. അത് സുഖ, സുഖസാന്ദ്രം. അങ്ങനെയാണ് കേട്ടത്. ആ. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പ്രൊണൗൺസിയേഷന്റെ കാര്യത്തിൽ പറയാനുണ്ട്. ആ. ശ്യാം സാറ് ഒരു ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരൊറ്റ മണിക്കൂർ കൊണ്ട് കമ്പോസ് ചെയ്തതാണെന്ന്. വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതാണ് ഗ്രേറ്റ് ലെജൻസ് ഒക്കെ. അവർക്ക് സമയം വേണ്ട ഇതൊന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട്. പുഷ്പം പോലെ അകൈതി കുട്ടിക്ക് ശബ്ദം ഇന്ന് ഓക്കെ ആയിരുന്നെങ്കിൽ ഇത് പുഷ്പം പോലെ പാടിയിരുന്നേ എന്ന് അങ്കിളിന് ഷുവറാണ്. കുഴപ്പമില്ല കേട്ടോ, ഒരു ഓഫ് ഡേ അല്ലേ, ചില ദിവസം അങ്ങനെ വരും, സാരില്ല കേട്ടോ. അതെ, എനിക്കും അത് തന്നെയാ തോന്നിയത് അഖേദിക്കുട്ടി. ശബ്ദം വയ്യാത്തതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മുഖത്ത് കാണാനുണ്ടായിരുന്നു. പാടിയതിലും അതെ, അധികം സ്ട്രെയിൻ ചെയ്യാതിരിക്കുക, നല്ല മരുന്നൊക്കെ കഴിച്ച് അസുഖം പെട്ടെന്ന് ഭേദമായിട്ട് പാടിയാൽ മതി. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം നമുക്ക് സൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ട് വരണം. അഖേത് കുട്ടി, എന്തോ ഞാനും ഇതേ അഭിപ്രായത്തിൽ തന്നെയാണ് തുടരാൻ ആഗ്രഹിക്കുന്നത്. ആ, ശബ്ദമയ്യ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നിവൃത്തിയില്ലല്ലോ. അപ്പൊ ഇതില് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റൂല, ആ, ഡൈനാമിക്സ് കൊടുക്കാൻ പറ്റില്ല, ആ, ഹൈ പിച്ച് പാടാൻ പറ്റില്ല. ആ. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് ശബ്ദത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ എത്രയും പെട്ടെന്ന് മാറട്ടെ, നല്ല പഴയ അഖൈത് കുട്ടിയായിട്ട് തിരിച്ചു വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെയിറ്റിംഗ് ആണ്. ഓക്കെ ഓക്കേ. ഓക്കെ. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ടിരുന്നോ? ആരതാ? ആരുടെയാണ്? ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 കണ്ടോ എന്നാണ് ചോദിച്ചത്. അതില് അകൈതി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പാട്ട് കഴിഞ്ഞ ദിവസം കേട്ടിരുന്നോ? കണ്ടിരുന്നോ? എപ്പോഴായിരുന്നു? സ്വന്തം പാട്ടിന്റെ കൂടെ ഇന്നലെ ആരുടെ പാട്ടുണ്ടായിരുന്നു? എന്റെ പാട്ട്. അല്ല, മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അമ്മയുടെ പാട്ടാ. അമ്മയുടെ പാട്ട്. ഭയങ്കര അഭിപ്രായല്ലേ? അസലായിട്ട് പാടി എന്ന് പറഞ്ഞു. അത് പ്രത്യേക ശബ്ദവും വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് പല ആൾക്കാരും പറഞ്ഞില്ലേ? പറഞ്ഞു. ഇതൊക്കെയല്ലേ ചോദിക്കണേ? മാർക്ക് വേണ്ടേ? വേണോ? അതെ. ഗസ് ചെയ്യുന്നുണ്ടോ? വെറുതെ ചെയ്തോ, ജലദോഷം കേട്ടിരിക്കല്ലേ? 97, നോക്കാം. 98. ആണോ? എന്നാ പിന്നെ 100 തന്നേക്കാം. കുഴപ്പമില്ല, അതാണെങ്കിൽ അകൈതി ഗോയിങ് ടു ബി അവാർഡഡ് 96 out of 100 today. Thank you. അപ്പൊ ജലദോഷ് മാറിയതിനു ശേഷം കാണാം നമുക്ക്. ടാറ്റാ. ഇതൊരു സ്പെഷ്യൽ റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ഞാൻ ആരെ വിളിക്കും? സെലിബ്രേഷൻ ഓൾവേസ് നമുക്ക് ആര്യ ചേച്ചി മാത്രമേ അപ്പൊ വിളിക്കാൻ പറ്റൂ. വേറെ ആരെങ്കിലും വിളിച്ചാൽ ഇവിടെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ആര്യ ചേച്ചി സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ലേ? പാടണമെന്നാണ്. നമ്മളേക്ക് ഇങ്ങനെ നമ്മളെ കഴിഞ്ഞും കൂടുതൽ ആര്യ ചേച്ചി സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? സെലിബ്രേറ്റ് ചെയ്യണ പ്രായമല്ലേ? അതെ, ക്യാപ്റ്റനായി പോയില്ലേ നമ്മുടെ. അതുകൊണ്ട് നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നെക്കാളും സെലിബ്രേറ്റ് ചെയ്യുന്നത് മച്ചേട്ടനാണ്. ഇവിടെ
ഇങ്ങനെ പുതിയ സ്റ്റെപ്പൊക്കെ കണ്ടുപിടിച്ച് വന്നത്. ഉണ്ടല്ലോ ഒരു സൈഡിൽ നിന്ന് ഞാൻ ചിലപ്പോ ഞാൻ ഇങ്ങനെ നേരെ നോക്കിയിരിക്കും, അപ്പൊ പെട്ടെന്ന് ഒരു അനക്ക കണ്ട് നോക്കുമ്പോ ഞാൻ നോക്കും 3 പേര് ഒരുമിച്ച് step ഒക്കെ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ. അതെ, അങ്ങനെ സ്റ്റെപ്പ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു പാട്ടുമായിട്ടാ വരാൻ പോകുന്നത്. നമ്മുടെ ഒരു പാവ ആളാ വരാൻ പോകുന്നത്. ആണോ? ദുർഗ കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ദുർഗ കുട്ടി ഓൺ സ്റ്റേജ്. ദുർഗു, എന്തോ ഇത് എന്ത് കളറാണ്? ബ്ലൂ ബ്ലൂ സ്കൈ ബ്ലൂ. ഉഗ്രം കളർ അല്ലേ? പൗഡർ ബ്ലൂ. പൗഡർ ബ്ലൂ. പൗഡർ ബ്ലൂ. അതിൽ ബ്ലൂവിൽ കുറച്ച് പൗഡർ ഇട്ടിട്ട് കലക്കി കഴിഞ്ഞാൽ കലക്കുക. മതങ്ങള് പോയി ഉറപ്പാ. ഫിക്സ് ചെയ്ത് ഇത്ര നേരം ഡൗട്ട് ഉണ്ടായിരുന്നു. പോയി. ഒരു ഏഞ്ചൽ ലുക്ക് ഉണ്ടല്ലേ? അതെ അതെ ശരിക്കും ഉണ്ട്. താങ്ക് യു. അങ്ങനെ വല്ല പാട്ട് വരാം. ചുണ്ടത്ത് ചെത്തിപ്പൂ. അതാണ് അതാണല്ലേ ആഘോഷം. Yes. ആഘോഷ രാവ് അത് വീഴാൻ പോയോ? അത് കാലൊന്ന് തട്ടിയത്. ആണോ? ഓ, ഇതിന്റെ അടിയിൽ നമുക്ക് കാണാൻ ഞാൻ വിചാരിച്ചു പറ്റും. പാട്ടിന്റെ ഇടയിലുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിരിക്കും. പ്രാക്ടീസ് ഡാൻസ് ഉണ്ടോ? ഡാൻസ് ഇപ്പഴേ ഉണ്ടോ? എത്ര നേരം എടുത്ത് ഡാൻസ് പഠിക്കാൻ? അമ്മ പറഞ്ഞ് എന്ത് അമ്മയാണ് പഠിപ്പിച്ചേ? അല്ല, അമ്മ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാ? ഇല്ല, സെലിബ്രേഷൻ റൗണ്ട് ആയതുകൊണ്ട് എന്തേലും ഒക്കെ സ്റ്റെപ്പ് ഇടണമെന്ന് പറഞ്ഞു. അമൃത എനിക്ക് പഠിപ്പിച്ചു. എന്തേലൊക്കെ സ്റ്റെപ്പാ? ഒന്നും ചെയ്യാതിരിക്കരുതെന്നായിരിക്കും അമ്മ ഉദ്ദേശിച്ചേ. എന്നിട്ട് അമൃതയാണോ പഠിപ്പിച്ചത്? അമൃതയായമാണോ പഠിപ്പിച്ചേ? ആ, അമൃത സുപ്രഭാതം. സുപ്രഭാതം. ഓ. എന്തായിരുന്നു സ്റ്റെപ്പ്? എങ്ങനെയാണ്? ആ, ഇത് അമൃതയാണ് പഠിപ്പിച്ചത് കൊറിയോഗ്രാഫി. വേറെ പിന്നെ അതൊക്കെ വേരിയേഷൻ ഇല്ലേ? അത്രേ ഉള്ളു. അമ്മ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള അവൾ അത്രേ പഠിച്ചോളൂ. ഓക്കെ. അങ്ങനെ പാട്ടിനെ എഫക്ട് ചെയ്യാത്ത അല്ലേ? അതെ. ചെറിയ ചെറിയ മൂവ്മെന്റ്. പിടിക്കും. ക്യാപ്റ്റൻ, യെസ്. നമുക്ക് പാട്ടിലേക്ക് പോണ്ടേ? ഏതാ പാട്ട്? ഡീറ്റെയിൽസ്. ചുണ്ടത്ത് ചെത്തിപ്പൂ. ക്രോണിക് ബാച്ചിലർ. യെസ്. പോരട്ടെ ഡീറ്റെയിൽസ്. മ്യൂസിക് ദീപക് ദേവ് സാർ. ദീപങ്ങൾ. ലിറിക്സ് കൈതപ്പുറം ദാമോദരൻ സാർ. ഫിലിം ക്രോണിക് ബാച്ചിലർ. ഇയർ 2003. പാടിയത് ചിത്ര അയ്യർ മാമും MG സാറും. വെരി ഗുഡ്. ചിത്ര എന്റെ നല്ലൊരു ഫ്രണ്ടാണ്. ചിത്രയ്ക്ക് ഒരു ഹായ്. ഹായ് ചിത്ര. പഠിക്കോ? അല്ലേ? നമുക്ക് തുടങ്ങാം. All the All the best. best. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു. പല്ലാക്ക് മൂക്കുത്തി കല്ലു മിനുങ്ങി.
ദുർഗക്കുട്ടി, എന്തോ ഈ തുത്തുരു തൂത്തുമ്പി എന്ന് പറയുന്നത് എന്ത് സൈസ് തൂത്തുമ്പിയാണ്? അയ്യോ അതൊരു പ്രത്യേക തരം തുമ്പിയാണ്. അമ്മ സ്കൂൾ ടീച്ചർ അല്ലേ? ആണ്. അമ്മയുടെ ചോദിച്ചില്ലേ? അമ്മ പറഞ്ഞു അതാ പാട്ടിന്റെ ഭംഗിക്ക് വേണ്ടി വെച്ചേക്കുന്നതെന്ന്. അങ്ങനെ പറഞ്ഞു അമ്മ. അപ്പൊ ചോദിച്ചു അതാ അമ്മ എന്താണ് ഈ തുത്തു തുമ്പി എന്ന് ചോദിച്ചു. എന്താണ് തുത്തുരു തുമ്പി എന്ന് ചോദിച്ചോ? ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഭയങ്കര ദീർഘവീക്ഷണമാണ്. ഇവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതെ, അതാണ്. എന്തായാലും ആ തുമ്പി കൊള്ളാട്ടോ, താങ്ക് യു. നല്ല തുമ്പിയായിരുന്നു. നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. എന്താണ് ഒരു ഹുക്ക് ട്യൂൺ എന്ന് പറയുന്നത്? അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഹുക്ക് ട്യൂൺ. ഹുക്ക്, ഒരു പാട്ടിൽ ഹുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ആ പാട്ടിലോട്ട് ഇങ്ങനെ കൊരുത്തിടുന്ന എന്ത് സംഭവമാണോ അതാണ് ഹുക്ക്. അല്ല, ദീപു ഈ ഹുക്ക് ചെയ്യാൻ ഭയങ്കര മിടുക്കനായിട്ടുള്ള ഹുക്കിന്റെ ആളാണ്. ഹുക്കിന്റെ ആളാണ്. അപ്പൊ ഹുക്ക് ചെയ്തിരിക്കുന്ന ഈ തുത്തുരു തുത്തുരു തൂത്തുമ്പി തന്നെ നമ്മളെ ഹുക്ക് ചെയ്യാണ് പാട്ടിലോട്ട്. പിന്നെ പല്ലവി കഴിഞ്ഞിട്ട് ഇനിയും വരാത്തതെന്തേ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫ്രേസ് ആണ്. കാരണം അതുവരെ ഋതമില്ല അല്ലേ? അപ്പൊ സെലിബ്രേഷൻ അടിച്ചു പൊളിക്കാൻ തുടങ്ങുന്നത് എവിടെയാണ്? ഇനിയും വരാത്തത്. അതാണ് ഹുക്ക്. അപ്പൊ അതിനു മുമ്പേ പാടിയതുപോലെ ആയിരിക്കരുത് ഇനിയും വരാത്തത്. കാരണം എനർജി കൂടണം അവിടെ. യെസ്, പവർഫുൾ ആയിരിക്കണം. അവിടെ ഒരു എനർജി സർജ് വരണം. എന്ത് വരണം? സർജ്. അത് വരണം. അത് വന്നേ പറ്റൂ. ഒന്നുകൂടെ പാടി കേൾപ്പിക്കാമോ? ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു. സോഫ്റ്റ് ആണെങ്കിലേ ചുണ്ട ചുണ്ട എന്ന് ചുണ്ടാ ഓപ്പൺ ചെയ്യണ്ട. ചുണ്ടത്ത് ചുണ്ട ചുണ്ട. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു. തുത്തുരുത്തുരുത്തു പാടുവിനോട്ടി. കല്ലുമിനുങ്ങി കല്യാണ ചെമ്പൊന്നിൻ താലി കിലുങ്ങി. അല്ലിപ്പൂലോലാക്കിൻ ചേലു കിണുങ്ങി. ഇനി അങ്ങോട്ട് ഇനിയും വരാത്തതെന്തേ അരികിൽ വരാത്തതെന്തേ. ഇത്ര എനർജി ഉള്ളോ? പോരാ, കുറച്ചുകൂടി എനർജി ബൂസ്റ്റ്. ഹോർലിക്സ് എന്തെങ്കിലും വേണോ? 1 2 3 4. ഇനിയും വരാ. എന്റെ 1 2 3 4 മാത്രം എനർജി ഉണ്ടായിരുന്നു. 1 2 3 4. ഒന്നുകൂടെ എനർജി. 1 2 3 4. ഇനിയും ലേറ്റ് ആയി പോണോ? 1 2 3 4 കഴിഞ്ഞ ഉടനെ ഇനിയും വരണം. 1 2 3 4. ഇനിയും വരാത്തതെന്തേ എന്തുമിനി അരികിൽ വരാത്തതെന്തേ. ഇനിയും വരാത്തതെന്തേ എന്തുമിനി അരികിൽ വരാത്തതെന്തേ. നമ്മൾ ജയിച്ചു. പിന്നെ ഈ കരളെ അതില്ലേ, കളറെ അല്ല കരളെ അതില്ലേ, അത് അനുബലല്ലേ? അത് എന്തോ താളത്തിൽ ജും ചക്ക 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 ജും ചക്ക 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 കറക്റ്റ് താളത്തിൽ പാടിയ ചക്ക ചക്ക ചക്ക. കരളെ നീ വരാ കനവും കണ്ടു ഞാൻ. ലേറ്റ് ആണ്. കടവിൽ നിൽക്കയാണിന്നോളവും. കരളെ നീ വരാൻ കനവും കണ്ടു ഞാൻ. കടവിൽ നിൽക്കയാണിന്നോളവും. ഓക്കെ, അതിൽ കുറച്ച് ലേറ്റ് ആണേ. അപ്പൊ ഇതുപോലെ സെലിബ്രേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ 2 കൈ ഇങ്ങനെ പിടിച്ചേ. അങ്ങനെ പിടിക്കാൻ പറ്റില്ല, ഒരു കയ്യിൽ മൈക്കല്ലേ. അപ്പൊ 2 ഇങ്ങനെ ഉണ്ട്. ഇതിൽ ഒരു റൈറ്റ് ഹാൻഡിൽ സെലിബ്രേഷൻ, ലെഫ്റ്റ് ഹാൻഡിൽ മ്യൂസിക്കാലിറ്റി. മ്യൂസിക് ഉണ്ട്, സെലിബ്രേഷൻ ഉണ്ട്. ഇത് ഇങ്ങനെ നിൽക്കണം. എങ്ങനെ നിൽക്കണം? ഒരുപോലെ. സെലിബ്രേഷൻ കൂടിപ്പോയി മ്യൂസിക്കാലിറ്റി താഴെ പോകാൻ പാടില്ല. മ്യൂസിക്കാലിറ്റി കൂടുതൽ പോയി സെലിബ്രേഷൻ താഴാൻ പാടില്ല. ഇങ്ങനെ നിൽക്കണം. രണ്ടും ഒരേ വെയിറ്റ് ആണ്, എന്നാലേ ബാലൻസ് ചെയ്യുള്ളൂ അല്ലേ? അതെപ്പോഴും ശ്രദ്ധിച്ചോണം സെലിബ്രേഷൻ സോങ്സിൽ. ഇപ്പൊ മ്യൂസിക്കാലിറ്റി ദുർഗു കൂടുതൽ കൊണ്ടുവരാനായിട്ട് അതിലെ സംഗതികൾ, അതിൻ്റെ ഗ്രേസ്, അതിൻ്റെ ഓർണമെന്റേഷൻ, ഇതൊക്കെയാണ് ദുർഗു കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും ചില സ്ഥലത്ത് സെലിബ്രേഷൻ കുറഞ്ഞു പോകും. അത് വരരുത്. അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലോ ആയിരിക്കണം. അതാണ് അങ്കിളുടെ ഈ പെർഫോമൻസിനെ പറ്റി പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഓക്കെ, റൈറ്റ്. ദുർഗ അല്ലേ? ദുർഗക്കുട്ടി, എന്തായാലും എനിക്ക് ഇന്നത്തെ പാടിയത് ഇഷ്ടമായിട്ടോ. പാടിയ സ്റ്റൈലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം സാധാരണ ഉള്ള ദുർഗക്കുട്ടിയിൽ നിന്ന് വ്യത്യാസം വന്നിട്ടുണ്ട് ഈ പാട്ട് പാടിയപ്പോൾ. മെലഡിയൊക്കെ പാടുന്ന സമയത്തെ കുറച്ചിങ്ങനെ വൈബ്രേഷനും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നൊരു സെലിബ്രേഷൻ പാട്ടായതുകൊണ്ട് ആ ഒരു വിറയൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന്. മെലഡി
ഇന്ന് ആ പാനലിന് കംപ്ലീറ്റ് എന്തോ പറ്റിയിട്ടുണ്ട്. ഓള് മെലഡി മെലഡി ഓള് മെലഡി അല്ലേ? ഒരു പാട്ടില്ലേ ഓള് മെലഡി? ഓള മെലഡി. ആ അതെ. അതെ, ആ ഒരു വ്യത്യാസം എനിക്ക് നന്നായിട്ട് മനസ്സിലായി. കാരണം ആ വൈബ്രേഷൻ ഒന്നും ഇല്ലാണ്ട് പേടിയില്ലാതെ പാടിയെന്ന് എനിക്ക് എൻജോയ് ചെയ്ത് പാടി. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ വേണം, കുറച്ചുകൂടി പവർഫുൾ ആവണം. ഈ പവർ പോരാ. ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച് ആ ഹുക്ക് ലൈൻ പാടുന്ന സമയത്ത് ഇപ്പം MG ഞങ്ങൾ പറഞ്ഞില്ലേ, അതെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടമായി. ഒരു നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു പാട്ട് പാടിയപ്പോ. ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട്. സാധാരണ ഉള്ളതിനേക്കാളും കുറച്ചൊരു ഉന്മേഷം മുഖത്ത് കാണാനുണ്ട്. സെലിബ്രേഷൻ റൗണ്ട് ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു തോന്നി. പാട്ടിനെ പേടിച്ച് നിൽക്കുന്ന പോലെയും തോന്നി എവിടെയോ. എല്ലാം കറക്റ്റ് ചെയ്യണം. അപ്പൊ രണ്ടും സാർ പറഞ്ഞ പോലെ ആ ബാലൻസ് കറക്റ്റ് ആവണം. അതാ മെയിനായിട്ട് തോന്നിയത്. പിന്നെ ഒന്ന് തോന്നിയത് ദുർഗക്കുട്ടി മൈക്ക് പ്ലേസ് ചെയ്യുമ്പോഴേ ഇടയ്ക്ക് ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഇടയ്ക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതൊന്ന് പ്ലേസ്മെന്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഓക്കെ, ബാക്കിയൊക്കെ മധുചേട്ടൻ പറഞ്ഞതേ ഉള്ളൂ. ആ താളം അവിടെ എനിക്കൊന്ന് നേരത്തെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അത് വലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇല്ലേ, അത് ശരിയാക്കാനുണ്ട്. അത് മാത്രമേ ഉള്ളൂ ദുർഗ ബേബി. ബാക്കിയെല്ലാം സെറ്റ്. കിടിലൻ കോസ്റ്റ്യൂം, കിടിലൻ പാട്ട്, കോറസ് വേറെ ലെവൽ, അടിപൊളിയായി പാടി. യെസ് ജോഷ് ചീ. ഓ ആണോ? അതെ, ജോഷ് ചീ. Your score is 97 out of 100. ദുർഗക്കുട്ടി, ഈ സ്കോർ നമ്മളിങ്ങനെ ഓർത്ത് വെക്കണം. അതിന് മുന്നേ 100 ഒക്കെ അടിച്ചിട്ടില്ലേ? അതുപോലെ ഇനി അവിടുന്ന് മഴ പെയ്യണം, എന്നാലും ഞങ്ങൾക്ക് മുട്ടായി പെറുക്കാൻ പറ്റൂ. അതെ കേട്ടോ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് പണ്ട് ദുർഗക്കുട്ടി എപ്പോഴും സ്റ്റേജിൽ വന്നപ്പോ നമ്മൾ ഓർക്കുന്നില്ലേ, ഒരു പാവം മിണ്ട പോലും ഇല്ലായിരുന്നു. ആ ദുർഗക്കുട്ടി ഇനി ഒത്തിരി വ്യത്യാസമുണ്ട്, മാറ്റം വന്നു. അതുകൊണ്ട് ഇനി വരുമ്പോ ഇനി ഫുൾ മാറ്റത്തോട് മാറ്റായിരിക്കണം. ഇതൊരു സ്റ്റെപ്പ് ആയിരിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ബൈ. ഇനി നമ്മുടെ ടോപ്പ് സിംഗറിലെ ഒരു സൂപ്പർ പെർഫോമൻസുമായിട്ട് ജനീലിയ കുട്ടിയാണ് എത്താൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ജനീലിയ ഓൺ സ്റ്റേജ്. ഇതെന്താ കയ്യില്? സമാനം. എന്താണോ ഇത്? എന്റെ അമ്മ അബുദാബിയിൽ നിന്ന് വന്നപ്പോൾ തുറക്കുന്നതിന് മുന്നേ ഇന്ന് മധുരം കഴിക്കുന്നത് നിർത്തി എന്ന് ഇവർ രണ്ടും പറഞ്ഞിട്ടുണ്ട്. അല്ല, കഴിക്കുന്നില്ല, കൊണ്ടുപോകാലോ. വീട്ടിൽ കൊണ്ടുപോകാലോ. നിർത്തി ഇവർ രണ്ടാളും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കില്ലായിരുന്നു. പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയുന്നത് ഒരു തെറ്റല്ലേ? തെറ്റാണ്. പറഞ്ഞില്ലേ മധുരം കഴിക്കില്ല മിഠായി വാങ്ങിക്കില്ലാന്നും പറഞ്ഞില്ലല്ലോ. അത് മിഠായി അല്ല, വേറെന്തോ സാധന. അറബിക് സ്വീറ്റ്സ്. അവിടെ കൊണ്ട് കൊടുക്കാം. ചെല്ലേ. താങ്ക് യു ജെനി, എനിക്കായിട്ട് ഇത്രയും ദൂരെ നിന്ന് കൊണ്ടുവന്നില്ല. അല്ല അങ്ങനെയല്ല. താങ്ക് യു. No bulbul chacha, don't do that. No. എന്നെ ബുൾബുൾ ചാച്ചാന്ന്. ബുൾബുൾ ചാച്ച. കുട്ടൻ മുട്ടായി ഒറ്റയ്ക്ക് തിന്നരുത് കുട്ടൻ. താങ്ക് യു. ബൈ ജനീലിയ കുട്ടി. താങ്ക് യു ജനീലിയ. what a pretty dress. നല്ല ഉടുപ്പ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് മൊത്തത്തില്. ആ ഡ്രസ്സിനോട് ഭയങ്കര ഇഷ്ടം, ആ ഷൂസിനോട് ഭയങ്കര ഇഷ്ടം, ഈ മുട്ടായിയോടും ഒത്തിരി ഇഷ്ടം. ജനീലിയ കുട്ടി അതിലേറെ ഇഷ്ടം. മെലഡി റൗണ്ട് ആണ് അല്ലേ? ഏത് പാട്ടാ പാടുന്നത്? ഇഷ്ടം. ഡീറ്റെയിൽസ്. സിനിമ അമൃതം, വർഷം 2004, മ്യൂസിക് നമ്മുടെ സ്വന്തം MJ അങ്കിൾ, ലിറിക്സ് കൈതപ്രം സർ, പാടിയത് ചിത്രമ്മ. കേൾക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇഷ്ടം എനിക്കിഷ്ടം, ഇഷ്ടം മണിത്തിങ്കൾ കിടാവിനെ എനിക്കിഷ്ടം.
Beautiful, വെരി നൈസ് വെരി നൈസ്. പിന്നീല് കുട്ടി, അമ്മ വന്നതിന് സന്തോഷത്തിലാണ് ഇത്ര നന്നായി പാടിയത്. എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്. ആയിരിക്കും. അതെ അല്ല എം ജെ അങ്കിൾ? ആയിരിക്കും. കുറെ സാധനങ്ങൾ മേടിച്ചു, നല്ല കഴിക്കാൻ സ്നാക്സ് ഒക്കെ കുറെ. അതിന് സന്തോഷത്തിലാണ് ഞാൻ. വേറെന്തെങ്കിലും ഗിഫ്റ്റ്? അത് മതിയല്ലോ, അതാണ് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു Snacks മാത്രം സാധനം. മതി. ആ. Okay. എനിക്ക് നല്ല ഇഷ്ടം സ്നാക്സ്. ആണോ? അതാണ് ഇഷ്ടം. അത് Okay. കുറെ നാള് അബുദാബിയുടെ സ്നാക്സ് ഇവിടെ അധികം കിട്ടല്ലോ, അപ്പൊ അതെ, അതെ, അതെ. പെട്ടെന്ന് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം. ആണല്ലേ? എനിക്കിപ്പോ സന്തോഷം എന്ന് പറയുന്നത് ഈ പാട്ട് ഇത്രയും നന്നായിട്ട് പാടിയതുകൊണ്ട്. താങ്ക് യു സർ. അതിനൊരു കൈ തരണം. താങ്ക് യു സർ. ഇഷ്ടം ഇഷ്ടം എനിക്കിഷ്ടം ഇഷ്ടം മണിത്തിങ്കൾ കിടാവിനെ എനിക്കിഷ്ടം ഞാനും കൈ തന്നേക്കാം. ഇഷ്ടം ഇഷ്ടം എനിക്കിഷ്ടം ഇഷ്ടം ഉണ്ണിസൂര്യൻ വരും നേരം എനിക്കിഷ്ടം ഇഷ്ടമാണിളം കാറ്റ് എനിക്കിഷ്ടമാണിളവീലേ. ജെനി, എന്തോ? what progress. താങ്ക് യു സർ. What a progress. താങ്ക് യു സർ. ഞെട്ടിപ്പോയി താങ്ക് യു എന്ന് സർ. പറഞ്ഞാൽ പ്രോഗ്രസ്, ആ ഡിഫറൻസ്. ആദ്യം വന്ന ജെനി, അച്ഛനും അമ്മയ്ക്ക് അത് മനസ്സിലാവും അല്ലേ? ആദ്യം വന്ന ആളല്ല ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ആള്. കോൺഫിഡൻസ് ആണെങ്കിലും കൂടി. ഇവിടെ ഈ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. താങ്ക് യു സർ. പിന്നെ ഫോക്കസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഈ പെർഫോമൻസിന്റെ സമയത്ത് നേരത്തെ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആവുമായിരുന്നു, അതിലൊരു വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതിനൊരു കൈയടി തന്നേ പറ്റും. താങ്ക് യു Yes. സർ. ഈ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ശ്രദ്ധ ഒരു പെർഫോമർക്ക് ഏറ്റവും അത്യാവശ്യമാണ്. മ്യൂസീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും ആ ഏകാഗ്രമായിട്ടുള്ള എല്ലാവരും ഉണ്ട്, പക്ഷേ നമ്മളിലേക്കാണ്. പക്ഷേ അതേസമയം പെർഫോമൻസിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ എക്സ്പ്രഷൻസ് എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ അതിങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ് കലാകാരൻ. ആ ഒരു ബ്യൂട്ടി ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ പെർഫോമൻസിൽ. താങ്ക് യു സർ. പറയാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതൊക്കെ പറയണത് കേട്ടോ. പിന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നിയത്, ഇപ്പൊ ആ വെരി ബിഗിനിങ് ഇല്ലേ, അത് കുറച്ച് സ്റ്റക്കറ്റോ ആയിട്ട് പാടിയ. സ്റ്റക്കറ്റോ എന്ന് പറഞ്ഞാൽ അറിയാമോ? ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് Sudden cut. കട്ട്. അതാണ് സ്റ്റക്കറ്റോ എന്ന് പറയാ കേട്ടോ. അപ്പൊ അതെങ്ങനെ വെച്ചാ, ഇഷ്ടം ഇഷ്ടം എനിക്കിഷ്ടം ഇഷ്ടം മണിത്തിങ്കൾ കിടാവിന്. ആ തിങ്കൾ കിടാവിൽ മാത്രമേ സസ്റ്റെയിൻ വരാൻ. ആ. നന്ന നന്ന നാന നന്ന നന്ന നാന നന്ന നന്ന നാന. അപ്പൊ ആ അവസാനത്തെ ഫ്രേസിലാണ് സസ്റ്റെയിൻ വരുമ്പോൾ മാത്രമേ അതിന് ആ രീതിയിൽ ബ്യൂട്ടി കൊണ്ടുവരാൻ പറ്റൂ. എല്ലാം സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്യൂട്ടി കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഈ സസ്റ്റെയിൻ അത്തരം വാല്യൂ ഉള്ളതുകൊണ്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അതാണ് എൻ്റെ കമ്പോസിങ് ട്രിക്ക് എന്ന് പറയുന്നത്. ഒരുപാട് ഇടങ്ങളിൽ വളരെ ഗംഭീരമായിട്ട് പാടി കേട്ടോ. അതെ അതെ. താങ്ക് യു സർ. എനിക്കിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ സ്വരങ്ങൾ ഇങ്ങനെ വന്ന് എൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ഓർമ്മകളുണ്ട്. ഓരോ പാട്ടുകളും ഓരോ ഓർമ്മകളാണ്, മറക്കാൻ പറ്റാത്തത്. ആ കമ്പോസിങ് സെഷൻ, അത് റെക്കോർഡ് ചെയ്ത മോമെന്റ്സ്, ഇതൊക്കെ തിരിച്ചു കൊണ്ടുവന്നില്ലേ എനിക്ക് ഇന്ന് ഈ അവസരത്തിൽ. അതിനൊരു താങ്ക് യു ഉണ്ട് കേട്ടോ, താങ്ക് യു സർ. പ്രത്യേകിച്ച് ഈ പാട്ടിന്. ചില പാട്ടുകൾ ഇറ്റ് സ്റ്റേസ് വിത്ത് എ കമ്പോസർ എന്ന് പറയാം. മറ്റുള്ളതൊക്കെ ഇങ്ങനെ പറത്തി വിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ എല്ലാവരിലും ഉണ്ട്. പക്ഷെ ചില പാട്ടുകൾ നമുക്ക് ഡിയർ ആയിരിക്കാം. അങ്ങനെ ഒരു പാട്ടാണ് ഇത്. ഇതിൽ പറയുന്ന ഇഷ്ടങ്ങളായി ഉള്ളിൽ തുളുമ്പുന്നിതാല്, ആ ഭാഗം മാത്രമാണ് എനിക്ക് കൃത്യമായിട്ട് വന്നില്ല എന്ന് തോന്നിയത്. പക്ഷെ രണ്ടാമത്തെ ചരണത്തിൽ പാടിയപ്പോൾ അത് കൃത്യമായിട്ട് Yes. കൊണ്ടുവരാൻ പറ്റി. പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഇളവെയില് എന്ന് പാടിയത് സൂപ്പർ. സൂപ്പർ. താങ്ക് യു സർ. ഇഷ്ടമാണിളം കാറ്റ് എനിക്കിഷ്ടമാണിളവീലേ. അതിൽ ഭാവമുണ്ട്, ഭാവം, എക്സ്പ്രഷൻ. ദാറ്റ് ഇസ് വണ്ടർഫുൾ. പിന്നെ ഈ പാട്ടിൻ്റെ വേറെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സോങ് സിറ്റുവേഷനിൽ ഈ ലോകം സോ വണ്ടർഫുൾ. നമുക്ക് എന്തൊക്കെയാണ് ഫ്രീ ആയിട്ടുള്ളത്? നമ്മൾ ശ്വസിക്കുന്ന വായു ഉണ്ടല്ലോ, അത് ഫ്രീ അല്ലേ? അതുപോലെ സൺലൈറ്റ്, മൂൺ ലൈറ്റ്, മഴ, വെയിൽ അല്ലേ, ഇതെല്ലാം പൂക്കളുടെ മണം, ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന ഈ വണ്ടർഫുൾ വേൾഡിനുള്ള ഒരു പാട്ടാണ്. എല്ലാം എനിക്കിഷ്ടമാണെന്ന്. ഐ ആം സ്ട്രോങ്ങിൻ്റെ വാട്ട് എ വണ്ടർഫുൾ വേൾഡ്. അത് തന്നെയാണ്. ജനീലക്കുട്ടി എന്തോ നല്ല രസത്തിൽ പാടി.
ആ അനുപല്ലവിയിലും അവസാനവും ഒക്കെ ഇഷ്ടമാണ് ഇളം കാറ്റ്, എനിക്ക് ഇഷ്ടമാണ് ഇളവെയിൽ, ഭയങ്കര രസമായിട്ട് പാടി കേട്ടോ. അസാധ്യ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ വോക്കൽസിന് ക്ലാരിറ്റി വന്നു. എനിക്ക് തോന്നുന്നു ആ മൈക്കിന്റെ പൊസിഷൻ കൂടി ഒന്ന് സെറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റി, ഇനിയും ഇതിലും ക്ലാരിറ്റിയിൽ കുറേ സാധനങ്ങൾ പാടാൻ വേണ്ടി പറ്റും. പക്ഷേ ഒരുപാട് ഭാഗങ്ങളിൽ ജനീലെ കുട്ടി നല്ല ഭംഗിയായി പാടിയിട്ടുണ്ട്. ഭയങ്കര രസം. താങ്ക് യു സോ മച്ച് ഫോർ ബ്രിങ്ങിങ് ദിസ് സോങ്. MJ sir, താങ്ക് യു സോ മച്ച് അഗൈൻ ഫോർ ദിസ് സോങ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. ഓൾ ദി ബെസ്റ്റ് ബേബി. അപ്പൊ എനിക്ക് ജനീലെ കുട്ടിയോട് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ ജനീലയുടെ പാട്ട് കേട്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്ന് പാടിയതാണ്. കാരണം നല്ലൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ജനീലയുടെ ശബ്ദത്തിൽ നല്ലൊരു വാംത്ത് ഉണ്ട്. ഓൾറെഡി നല്ല വാംത്തുള്ള വോയിസ് ആണ്, നല്ല ഡെപ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ബൂമിങ് വരും. അപ്പോൾ കുറച്ച് മൈക്കൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ കേൾക്കാൻ സുഖമായിരിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ മാർക്ക് സ്നാക്കായിട്ട് തരട്ടെ. ജനീലിയ going to be awarded 98.75 on 100. Thank you, sir. Yes. അപ്പൊ അടുത്ത പ്രാവശ്യം സ്നാക്സ് ഒക്കെ കഴിച്ച് ഇതിലും ഉഷാറായിട്ടായിരിക്കും ജനീലിയെ കുട്ടി വരുന്നത്. ഓൾ ദ ബെസ്റ്റ്. Thank you, ബൈ. ചേച്ചി. മീൻ കോട്സ്, യെസ്, നമുക്ക് രാത്രി ഒരു സുപ്രഭാതത്തിന് ഇങ്ങോട്ട് വിളിച്ചാലോ? ഉറപ്പായിട്ടും. അപ്പൊ നമുക്കൊരു തെളിച്ചം കിട്ടും. അതായത് ഇത് കേട്ടിരിക്കാൻ നമുക്ക് രാത്രിയായല്ലോ, അതെ. ഇനി ഉറങ്ങണല്ലോ, അങ്ങനെയൊക്കെ ഓർത്തിരിക്കുമ്പോൾ ഒരു സുപ്രഭാതം കയറി വരുമ്പോൾ അതെ. നമുക്കൊരു ഒരു ആശ്വാസമാണ്. ഉന്മേഷം വരും. അതെ. So let's welcome Amrita AM on stage. സുപ്രഭാതം അമൃത കുട്ടി. പ്രഭാതം പൊട്ടി വിടർന്നു. ഹായ്. ഹായ്. ഹായ് ബാർബിഡോൾ. ഹായ്. ഒരു രക്ഷയില്ലാട്ടോ. ഞാൻ അതെന്താ? തിരുവനന്തപുരത്ത് എവിടെ പോയാലും ആ. നമ്മുടെ AM-ന്റെ ഒരു റിലേറ്റീവിനെ ഞാൻ കാണും. ഓ, ആണോ? ഇപ്പൊ 2 നേരം കണ്ടു കഴിഞ്ഞു. ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പൊ അവരൊക്കെ ചോദിക്കും എങ്ങനെയുണ്ട്. ഞാൻ പറയും ഗംഭീരല്ലേ, ആ. മിടുക്കിയല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും. ഓക്കെ. അപ്പൊ കുറെ പേര് വന്ന് പറയാൻ പോകുന്നുണ്ട് എന്നെ കണ്ടു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, ആരും പറയാൻ പറഞ്ഞില്ല. പോകുന്നതേ ഉള്ളൂ. അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോ ഏതാണ് പാട്ട്? ഇന്ന് പള്ളി അരമന വെള്ളി അരമനയിൽ. ഡീറ്റെയിൽസ്. സിനിമ തെറ്റ്. തെറ്റോ? സിനിമ തെറ്റാണോ? തെറ്റ്. ആരും പറഞ്ഞു സിനിമ തെറ്റാണെന്ന്? നല്ലൊരു കാര്യമല്ലോ സിനിമ. സിനിമ തെറ്റ് പേര്. ആ, ഓക്കെ. സിനിമ തെറ്റ്. വർഷം 1971. ഉം. പാടിയത് പി സുശീലാമ്മ. ഉം. ലിറിക്സ് വയലാർ രാമവർമ്മ സാർ. മ്യൂസിക് ദേവരാജൻ മാസ്റ്റർ. ഓക്കെ. ഓക്കേ. അപ്പൊ അപ്പൊ പാടുകയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. All the best. All the best. താങ്ക് യു. പള്ളിയരമന വെള്ളിയരമനയിൽ പൊന്നു കൊണ്ടൊരാൾ രൂപം. ചിത്രമണിയറ മുത്തുമണിയറയിൽ ശില്പി തീർത്തൊരാൾ രൂപം. സ്വപ്നശില്പി തീർത്തൊരാൾ രൂപം. പള്ളിയരമന വെള്ളിയരമനയിൽ പൊന്നു കൊണ്ടൊരാൾ രൂപം. ചിത്രമണിയറ മുത്തുമണിയറയിൽ ശില്പി തീർത്തൊരാൾ രൂപം.
സൂപ്പർ സൂപ്പറോ സൂപ്പർ. വെരി നൈസ്, വെരി നൈസ്. താങ്ക് യു. സൂപ്പർ ആയിട്ട് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ അവസാനം വരെ ഞാനിങ്ങനെ എൻജോയ് ചെയ്യുന്ന ആ ഹമ്മിങ് ഉണ്ടല്ലോ. അത് മാത്രല്ല അതല്ലേ ആദാഹമാരൂപം, ആ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസം. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. അനുപല്ലവിയുടെ അതെ, ചരണത്തിന്റെ അതെ. പിന്നെ മൈന്യൂട്ടായിട്ട് ചില ശ്രുതി വശപ്പിശകുകൾ. അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ട. കാരണം ഈ പാട്ട്, സുശീലാമ്മയുടെ പാട്ട് ഇത്രയും മനോഹരമായിട്ട് ഒരു കുട്ടി പാടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഇത്രയും മനോഹരമായിട്ട് പാടുക എന്ന് പറഞ്ഞാൽ. താങ്ക് യു. എത്രയിലായി? 6ല്. അത് മറന്നുപോയി. പോവാത്തതുകൊണ്ടേ എനിക്ക് ഓർമ്മയില്ല ഞാനിപ്പോ ഏത് ക്ലാസ്സിലാണ്. എനിക്ക് 12 ആയതുകൊണ്ട് ഞാൻ 12ാം ക്ലാസ് എന്ന് പറയാൻ വരികയായിരുന്നു. ശരി. അപ്പൊ 12 വയസ്സുള്ള 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ഈ പാട്ട് ഇത്ര മനോഹരമായിട്ട് ഇവിടെ പാടിയത്. ഒരു വലിയൊരു സിംഗർ പാടി കഴിഞ്ഞാലും എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ 100% പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റില്ല. ഈ സുശീലാമ്മ റെക്കോർഡിങ്ങിന് പാടിയില്ലേ, ഇപ്പൊ പ്രോഗ്രാമിന് പാടുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ എവിടെയെങ്കിലും പറ്റും. അങ്ങനെയാണ് മനുഷ്യന്റെ കാര്യം. ഇത് മെഷീനൊന്നും അല്ലല്ലോ. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും വിഷമിക്കാതെ കരയല്ലേ സങ്കടപ്പെടുന്നത്? ഇങ്ങനെ ചൂടാവില്ല. അപ്പൊ അല്ല, എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. സങ്കടം പറയണ്ടേ എവിടെയെങ്കിലും? മെഷീനൊന്നും അല്ലല്ലോ. ഒരു അവസരം കൊടുക്കണ്ടേ? അതെ, അവസരം വേണ്ടേ? എനിക്കൊരു ചെറിയ സംശയം. എന്റെ അടുത്താണ് ഇത് പറഞ്ഞത്. ആയിരിക്കും. അല്ലല്ല, അതിന് പാട്ട് പഠിക്കണ്ടേ? പാട്ട് പഠിച്ചിട്ട് വന്നാലേ പറ്റൂ. ആര് പാട്ട് പഠിക്കുന്നത്? മധുവാ. എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ആണ് നമ്മുടെ സുപ്രഭാതത്തിന് വന്നിട്ടുള്ളത്. ഓക്കെ, വെരി ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. ഗോഡ് ബ്ലെസ് യു. അമൃതം, എന്തോ ഈ പാട്ട് കേൾക്കുമ്പോഴുണ്ടല്ലോ നല്ല സുഖമുണ്ട് കേൾക്കാൻ. ഇങ്ങനെ രസിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കാം. ഇനി പാടി നോക്കാം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ പാടിക്കളയാം എന്ന് നമുക്ക് തോന്നും. അതെ, അത് നമ്മൾ പാടി നോക്കുമ്പോഴത്തേക്കും നമുക്ക് പാടിയിട്ട് കളയാനേ പറ്റുള്ളൂ. അതെ, വിവരം അറിയും. അതെ, പക്ഷെ അങ്ങനെയല്ല. ഇന്ന് മോള് പാടി കളയുകയല്ല ചെയ്തത്, അത് പാടി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കയറുകയാണ്. അതെ, സബാഷ്. നോട്ട് എൻ ഈസി സോങ് അറ്റ് ഓൾ. അതാണ്, ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. അവിടെ അത് മോൾക്ക് അറിയാന്നുള്ളതാണ് അങ്കിളിനെ ഏറ്റവും അധികം ഉത്സാഹപ്പെടുത്തുന്ന കാര്യം. മോളുടെ പാട്ട് കേൾക്കാനായിട്ട് അങ്കിളിന് ഇങ്ങനെ വെമ്പൽ പൂണ്ട് നിൽക്കുന്നതിന്റെ കാരണം അതാണ്. അതിന് ഒരു 100% ആത്മാർത്ഥമായിട്ട് അതിനെ സമീപിച്ചിട്ടുണ്ട് മോള്. ദാറ്റ് ഇസ് വെരി ഗുഡ്. അത് നമുക്കും കൂടെ ഒരു വലിയ മോട്ടിവേഷനാണ്. ദേവരാജൻ മാസ്റ്റർ കേട്ടാൽ പോലും അദ്ദേഹം പോലും അത് ഇഷ്ടപ്പെട്ടേനെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും കണ്ടായിരുന്നെങ്കിൽ അത്രയധികം ഇഷ്ടപ്പെട്ടത്. പാട്ട് കൊള്ളാം അല്ലേ എന്ന് പറയും. വളരെ നന്നായിരിക്കുന്നു എന്ന് അദ്ദേഹം പറയാറില്ല. അതെ, കൊള്ളാന്ന് പറഞ്ഞാൽ തന്നെ കൊള്ളാം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഗ്രേറ്റ് എന്നർത്ഥം. യെസ്. എന്റെ അടുത്തൊക്കെ പറയുന്നത് നീ പറ എന്നാണ്. ഞാൻ ഒരിക്കലും പാട്ടിലോട്ട് എത്തിയിട്ടില്ല, പറച്ചിലോട്ട് എത്തിയുള്ളൂ എന്നാണ് മാസ്റ്റർ ഉദ്ദേശിക്കുന്നത്. കേട്ടോ, അപ്പൊ കൊള്ളാന്നൊക്കെ പറഞ്ഞാൽ അത് സഭാഷാണെന്ന് അർത്ഥം. നാഷണൽ അവാർഡ് പോലെയാണ്. നാഷണൽ അവാർഡ്. പിന്നെ നേരത്തെ പറഞ്ഞ ആ ഹമ്മിങ് വളരെ ട്രിക്കിയാണ്. വളരെ ട്രിക്കിയാണ്. കാരണം അതില് ഉള്ള നോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രൊമാറ്റിക് ആയിട്ട് ചില സ്ഥലത്ത് വരുന്നത് അത് കൃത്യമായിട്ട് പാടിയില്ലെങ്കിൽ അവിടെ വീണു പോകും. അത് ഒരു പ്രാവശ്യമല്ല, അതിം തരികിടും. അതിനിടയിൽ 2 പ്രാവശ്യം പാടിയത്. അതെ, 2 പെർഫെക്റ്റ് ആയിട്ട് പാടി. പിന്നെ അതിന് ഈ ഒരു പോർഷന് ഞാൻ തരുന്നത് 100-ൽ 150 എന്റെ മാർക്കാണ് പറഞ്ഞത്. ആദാഹം, പിന്നെ ആ മോഹം, ഈ 2 ഏരിയാസിൽ. അപ്പൊ മൊത്തം നോക്കുമ്പോഴത്തേക്കും ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് പെർഫെക്റ്റ്. എന്തൊക്കെ കേക്കണോ ഇനി. അമൃതക്കുട്ടി ഹാപ്പി അല്ലേ ഓൾറെഡി? പറഞ്ഞ കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോ ഇടയ്ക്കൊന്ന് വരി ചെറുതായിട്ടൊന്ന് പോയിരുന്നു. അതെവിടെ? ആത്മാവിനുള്ളിലും ആപാദചൂടവും തമ്മിൽ ജസ്റ്റ് ഒന്ന് ഇതായിപ്പോയി. മാറി. അറിയില്ലായിരുന്നു. ഇത് മാറി വന്ന ഒരു കുറ്റമാണോ? കുറ്റാണ്. ആണോ? പക്ഷെ അതെങ്ങനെ ബ്രില്യന്റ് ആയിട്ട് കൈകാര്യം ചെയ്തു. 2 മാർക്ക് കുറച്ചാലോ? അപ്പൊ 150 MJ സർ നേരത്തെ പറഞ്ഞ 100-ന്ന് 100-ല് 150. അതിൽ നിന്ന് 2 കുറച്ച് 148. 100-ല് 148. സമ്മതിക്കില്ല, ഞാൻ 2 മാർക്ക് കുറയ്ക്കും. പ്ലീസ്. അമൃതക്കുട്ടിയുടെ ഒരു അഭിപ്രായത്തിൽ അത് കുറയ്ക്കണോന്ന് ചോദിച്ചാ കുറയ്ക്കണം. പറഞ്ഞോ, ചെറുതല്ലേ.
ആ ഞാൻ ചെറുതല്ലേ 6ാം ക്ലാസ്സിലല്ലേ ആയുള്ളൂ. 6ാം ക്ലാസ്സിൽ ചെറിയ ചെറിയ തെറ്റുകളല്ലേ, ആണോ? എന്നോട് അങ്ങനെയൊക്കെയാണോ? ക്ഷമിച്ചൂടെ? ക്ഷമിക്കണം ക്യാപ്റ്റൻ. Of course. ക്ഷമിച്ചോളയാം. അല്ലേ, മധുചേട്ടനും കൂടെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ക്ഷമിക്കാം. അതെ. അങ്ങോട്ട് What is ക്ഷമിക്കാൻ your കൊണ്ട് idea about this? My idea is, ഈ സോറി ചൈനീസ് പറഞ്ഞതാണ്. ഞാന് അമ്പലത്തിൽ പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോ ആ, അവിടെ നിന്ന് കുറച്ച് പേര് എന്നോട് വന്ന് പറഞ്ഞു പ്രോഗ്രാം ഒക്കെ കാണാറുണ്ട് ആ. എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞു മധു അങ്കിള് ശ്രീ ഭാർഗവം എന്ന് പറഞ്ഞ ഒരു ആൽബം പരശുരാമസ്വാമിയെ പറ്റി പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട്. ആ ആൽബം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവരെപ്പോഴും എടുത്ത് കേൾക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു. ആണോ? ഓക്കെ. അവരോട് എന്റെ താങ്ക്സ് അറിയിക്കും ആ എന്തായാലും. പിന്നെ അവരൊരു ആഗ്രഹം കൂടെ പറഞ്ഞിരുന്നു, മധു അങ്കിൾ പറ്റുവാണെങ്കിൽ ഈ ഭാർഗവത്തിൽ പാടിയ ഈ പാട്ട് ഒന്ന് ഇവിടെ പാടുവോ. മധുവങ്കളിന് ഭാർഗവത്തിൽ പാടിയെന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. എന്താണ് പാടിയതെന്ന് ഓർമ്മയില്ല. ഓക്കേ. അടുത്ത തവണ എനിക്ക് കിട്ടുകയാണെങ്കിൽ പഠിച്ചിട്ട് ഞാനത് വരാം. പാടാം കേട്ടോ. യെസ്. അമൃതം വരുമ്പോ. ഇതില് മ്യൂസിക് ഡയറക്ടർ ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു സാർ. ചന്ദ്രബാബു. ആ, ചന്ദ്രബാബു സാറിന്റെ അടുത്ത് ഞാൻ കുറച്ച് വർഷം പഠിച്ചിരുന്നു. ഓ ഓക്കെ. ആ അതെ അതെ, ചന്ദ്രബാബു ആണ് എന്റെ സംഗീത ചന്ദ്രബാബുവിനെ എനിക്കും അറിയാം. ആ. ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ആ. എല്ലാം സന്തോഷായി, വളരെ സന്തോഷായി. സന്തോഷായി. സന്തോഷമാകുമ്പോ എത്ര എനിക്ക് മാർക്ക്? തൃപ്തിയായി. എല്ലാരും എത്ര സന്തോഷിപ്പിച്ച എത്ര മാർക്ക് കിട്ടും? ഈ ബായ് ഈ ബായി ഏത് ബായ? ബായ് അല്ല, ഈ ബായ് എന്ന് പറഞ്ഞാൽ ഓക്കെ. ഞാൻ വിചാരിച്ചു അവിടെ ചൂണ്ടി ഈ ബായ്. ഇതല്ല. അതല്ല അല്ലേ? എന്തായിരിക്കും ഇത്? ചൈനീസിലാണ് ട്രാൻസ്ലേഷൻ. ഈ ബായ് എനിക്ക് ചൈനീസ് ഒന്നും അറിയില്ല. കേട്ടിട്ട് ചെറിയ പോരട്ടെ. മാർക്കാൻ തോന്നുന്നു കേട്ടോ. കമോൺ. ഈ എന്ന് പറഞ്ഞാൽ 1, ബായ് എന്ന് പറഞ്ഞ ബായ് എന്ന് പറഞ്ഞാൽ 100. അപ്പം ഈ ബായ് എന്ന് പറഞ്ഞാൽ 100. Okay. അതായത് യു ആർ ഗെറ്റിംഗ് 100 out of 100. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വേറൊരു ഹാപ്പി ന്യൂസും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേയും കൂടി ഉണ്ട്. അത് അമൃതമാണ്. സുപ്രഭാതം. അതെ, ആരാ വരണ്ടേ അവിടുന്ന്? എം ജെ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളുടെയും പ്രോഗ്രസ് എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. അവരത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഗ്രൂമേഴ്സ് അത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്. Yes. പിന്നെ ഇവിടെ വന്ന് അവർക്ക് പാടുമ്പോഴുള്ള കോൺഫിഡൻസും കൂടിയിട്ടുണ്ട്. അതെ. എല്ലാവർക്കും അതിൽ അമൃതം ഒരു ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണമാണ്. അല്ലേ? ആ ആണെന്ന്. അതെ, അവള് കോൺഫിഡന്റ്. പക്ഷെ ഇതൊക്കെ ശരിയെന്നെ, പല്ല് തേക്കണം. അതെ, അതിനെ ഇത് ഉപയോഗിക്കും. അതിന് ഇത് വില്ലി വൈറ്റ്. അതെ, വില്ലി വൈറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ് അമൃതക്കുട്ടിക്ക് ഇന്ന് സമ്മാനമായി കിട്ടിയിരിക്കുന്നത്. രണ്ടു നേരം പല്ല് തേക്കണം. ബ്രഷ് ബിഫോർ ബ്രെഡ് ആൻഡ് ബെഡ്. രണ്ടും ഉണ്ട്. കറക്റ്റ്. താങ്ക് യു എം ജെ അങ്കിൾ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ബൈ. ബൈ ബൈ. ആര്യ ചേച്ചി, ഓ, നമ്മളൊരു ഗുഡ് ഹാബിറ്റ് പറയാൻ പോവാണ്. ബ്രഷ് ബിഫോർ ബെഡ്. യെസ്. അപ്പൊ ഇന്നത്തെ പാട്ടുകളും പെർഫോമൻസുകളും ഒക്കെ എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരും കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരും നമ്മുടെ ടോപ്പ് ബാൻഡും ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്ത് കാണും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ തന്നെ ഇതിലും മനോഹരമായ ഒരു എപ്പിസോഡുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.